സർ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാത്ത മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സുകുമാരൻ നായരുടെ വാക്കിനൊക്കെ പുല്ല് വിലയായിരിക്കും അല്ലേ? സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് ഏറ്റെടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ടൊരു നടപടിയായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത് അല്ലേ? അതിലൊരു സംശയം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ പുറമേ എന്ന് പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനമൊന്നും മുസ്ലിം ലീഗിൻ്റെ നിന്ന് ഏറ്റെടുക്കൽ നടക്കുന്ന കാര്യമല്ല. കാരണം അത് ഉറപ്പായിട്ടും മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കും. പക്ഷേ നിങ്ങൾ പണ്ട് ഓർക്കുന്നുണ്ടാവും, അതായത് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഉമ്മൻചാണ്ടി താക്കോലുമായിട്ട് രമേശ് ചെന്നിത്തലയുടെ പുറകെ ഓടി രമേശ് ചെന്നിത്തലക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം കൊടുത്ത പോലെ ഉണ്ടാവും. അതുപോലെ NSSൻ്റെയൊക്കെ താല്പര്യമുള്ള പലരും മന്ത്രിസഭയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇനിയുള്ള കാലത്തും അവരോട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും അതിൽ തൽപരകക്ഷി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം എന്താണ് ഈ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ വർഷം അദ്ദേഹം പുറമെ വന്നെങ്കിലും ഒരു അഭിനന്ദനം പറയേണ്ടതല്ലേ വി ഡി സതീശൻ. ഇപ്പം എത്ര എതിരാണെങ്കിലും വി ഡി സതീശൻ്റെ ഒരു അഭിനന്ദനം പറയേണ്ടതാണ്. അപ്പം അതുപോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് രണ്ടാമത്തെ തവണയും ഇത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, KCക്ക് കിട്ടിയിട്ടുള്ള പരിഗണനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യമോ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഇനി അദ്ദേഹത്തിന് അത് കിട്ടാനും സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കൂടി അത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പം NSSന് താല്പര്യമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയിട്ടെന്ന് പറയുന്നത് തോന്നലുണ്ടാക്കണ്ടേ? ആ തോന്നലിന് ഇപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ PC വിശ്വനാഥനെയൊക്കെ എനിക്ക് ഒരു കൊടുക്കാൻ ഏതായാലും ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നില്ല. അല്ല, നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യോ, അദ്ദേഹത്തെ അനുനയിപ്പിക്കോ വീണ്ടും എന്ത് ചെയ്യോ വലിയ സാധനം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വല്ല ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കും. ജൂനിയർ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹം നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ജൂനിയർ ആയിട്ടുള്ള മുഖ്യമന്ത്രിയിൽ അദ്ദേഹം നിൽക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം എടുക്കില്ല എന്ന് ഇപ്പോഴല്ല, തുറന്ന് താങ്കളോട് പറഞ്ഞു. ഒരു കൊല്ലം മുമ്പേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അതാണ്. ഒരു കൊല്ലം മുമ്പേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അതാണ്. മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മന്ത്രിസഭയിലേക്ക് ഇല്ല MLA ആയിട്ട് വേണമെങ്കിൽ നിന്നോളാം, ഇനി അത് വേണമെങ്കിൽ അത് വേണ്ടെന്ന് നോക്കാന്നൊക്കെയുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആകുമ്പോഴും താങ്കൾ പറഞ്ഞപ്പോൾ NSSന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവർക്കൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്, പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞ തോന്നലുണ്ടാവും. ഇത് ഉണ്ടാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിടിയിലുള്ള ഒരു ഭരണമാണ്. പരിപൂർണമായിട്ടും കോൺഗ്രസ് കേരളത്തിൽ അവരോടൊപ്പമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പുറത്തേക്ക് വരിക. മനസ്സിലായി? ഇപ്പൊ സുകുമാരൻ നായരൊക്കെ തള്ളിക്കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുകുമാരൻ നായർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമുദായം ഉണ്ടല്ലോ. ഇപ്പൊ നായർ സമുദായമാണെങ്കിലും ഈഴവ സമുദായമാണെങ്കിലും മറ്റു ഹിന്ദു സമുദായമാണെങ്കിലും അതിലൊക്കെ തന്നെ ഒരു പ്രാതിനിധ്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ യഥാർത്ഥത്തിൽ ഉണ്ടാവണം. ആ പ്രാതിനിധ്യം എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ സുകുമാരൻ നായരെ പ്രീതിപ്പെടുത്തണം എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുകുമാരൻ നായരെ ഈ വെള്ളാപ്പള്ളി അടച്ചനൊക്കെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഴപ്പമുണ്ടാവില്ലാത്ത എന്താ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു സമീപനം മുസ്ലിം സമുദായത്തോടും എടുക്കണം. അങ്ങനെ ഒരു തോന്നലല്ല പുറത്തേക്ക് വരുന്നത്. ഞാൻ പറയണത് ഇപ്പൊ അങ്ങനെ ഒരു പ്രീതിപ്പെടുത്തൽ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നലല്ല പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ TV ഇബ്രാഹിം എന്ന് പറയുന്ന MLA, മുസ്ലിം ലീഗിന്റെ ഇപ്പൊ മന്ത്രിയാകുമെന്ന് വിചാരിക്കുന്ന MLA, അദ്ദേഹം വളരെ കൃത്യമായ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞു. ആ വാചകം എന്താണെന്നറിയാമോ? വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാരണവശാലും ഞങ്ങൾ വേറെ ആർക്കും കൊടുക്കില്ല. ഒരു തവണ TM ജേക്കബിന് കൊടുത്തു ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും അത് സൂപ്പിയും അതുപോലെ അബ്ദുൾ റബ്ബും പോലെയുള്ള ആളുകളൊക്കെയാണ് അത് മാനേജ്. വിദ്യാഭ്യാസം, വ്യവസായം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. മുസ്ലിം ലീഗിന് അത് കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ മറ്റുള്ള ആളുകൾക്ക് കൂടി കൊടുക്കേണ്ടി വരും. ഇതിനിടയിൽ NSSന്റെ ഒന്നും റെപ്രസെന്റേഷൻ ഇത്തവണ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിൽ ഇത് കേരളത്തിലൊരു വിഭജനത്തിന് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് അത് NSSന്റെ നിലപാട് കൊണ്ടല്ല. NSS പറയുന്ന ഇപ്പൊ സുകുമാരൻ നായർ പറയുന്നതിൽ ശരിയുണ്ടല്ലോ എന്ന് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് തോന്നും. അതിനേക്ക് വഴിവെച്ച എന്താണെന്ന് അറിയാമോ? സത്യത്തിൽ ഈ തീരുമാനം ഇപ്പൊ 10 ദിവസം പ്രഖ്യാപിച്ചെങ്കിൽ ഇത് മുസ്ലിം ലീഗിന് പിന്തുണ ബാക്കിയുള്ളവരുടെ പിന്തുണ എന്നുള്ള അഭിപ്രായമൊന്നും വരില്ല. പകരം ഒറ്റയടിക്കാൻ കൂടെ എന്ത് ചെയ്താൽ മതി, ഇത് വെച്ചാൽ ഈ തീരുമാനം ഞങ്ങളുടെ വി ഡി സതീശനാണ്, കാരണം ഒരു നാച്ചുറൽ ചോയ്സാണ്, പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ധാരണ കൊടുക്കേണ്ടതിന് പകരം എന്തും കുളമാക്കുന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം പോലെ തന്നെ ഇതും വെച്ച് എന്ത് ചെയ്തു, കുളമാക്കി. ആ കുളമാക്കിയതിന് ശേഷമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ വരാൻ വേണ്ടി. ഇനി നാളെ മുതൽ വെള്ളാപ്പള്ളി എന്ത് പറയുന്നത് ദൈവത്തിന് മാത്രം. അല്ല, ക്രിസ്ത്യൻ സഭകൾക്ക് വരെ മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യം എന്നുള്ള ഒരു നിലപാട് അവർക്ക് വരെ ഉണ്ട്. അല്ല, അതാ പറയണ
ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ സഭകൾക്കുള്ള ഒരു പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പി ജോസഫോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറച്ച് പേരോ വരുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് പോലും ഇതിനകത്തൊരു അനിഷ്ടമുണ്ട്. കാരണം ഇവരാണ് തീരുമാനിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്ന അഭിപ്രായം പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ CLP ലീഡർ ആകുന്നതിന് എന്തിനാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്നുള്ളതാണ് ആര് ചോദിച്ചേക്കണത്? ഈ സുകുമാരൻ നായർ ചോദിച്ചേക്കണേ. അപ്പൊ ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമായി സുകുമാരൻ നായർ CPM-നെ വിമർശിക്കുമ്പോൾ ഒന്നും സംഭവിക്കാനില്ല, ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. അപ്പൊ അതുപോലെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുമ്പോഴും സംഭവിക്കാനില്ല. പക്ഷെ ഈ പ്രാതിനിധ്യങ്ങളുടെ പേരിൽ ഇവർ വിമർശിക്കപ്പെടുമ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി എന്ത് ചെയ്യും? ചിത്രീകരിക്കപ്പെടും. ഇനി വെള്ളാപ്പള്ളി എടുത്ത് എന്താ പറയാൻ പോണെന്ന് ഞാൻ ഇപ്പോഴേ താങ്കളോട് പറഞ്ഞുതരാം. വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മുസ്ലിം ലീഗ് അനർഹമായിട്ടുള്ള പ്രാതിനിധ്യവും കൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ എക്കാനണി പറഞ്ഞ വാചകം അതിപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2001 പറഞ്ഞത് അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയി. കൺസോളിഡേറ്റഡ് ആയി, അതായത് ഈ പറയുന്ന പോലെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ന്യൂനപക്ഷം കൂടുതൽ കാര്യങ്ങൾ അനർഹമായി കാര്യങ്ങൾ മേടിച്ചെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന. ആ പ്രസ്താവന അടക്കം ഒന്നാലോചിക്കണം, 25 കൊല്ലം മുമ്പുള്ള പ്രസ്താവന ഇപ്പൊ വലിയ ചൂട് പിടിച്ച ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് എക്കാനണി പറഞ്ഞതിന് കുഴപ്പമില്ലായിരുന്നു, ഇന്നിപ്പോ സുകുമാരൻ നായർ പറഞ്ഞാണോ പ്രശ്നം എന്നൊക്കെ ആളുകൾ ചോദിക്കുകയാണ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിൽ ഇനി ഒരു വർഗീയവൽക്കരണം വളരെ ഫാസ്റ്റായി അങ്ങോട്ട് കൂടും എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ തുടക്കമാണ് ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ താങ്കളോട് പറയും, ഇനി നാളെ വെള്ളാപ്പള്ളി എന്ത് പറയുമെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. നാളെ വെള്ളാപ്പള്ളി പറയുന്നു, നാളെ വേറെ ഇപ്പം KPMS വന്നിട്ട് അഭിപ്രായം പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് പറയാനുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല. അതാണ് അതിൻ്റെ പ്രശ്നം, മനസ്സിലായി. പിന്നെ ചിലരൊക്കെ ഇട്ടുകൊണ്ട് വോട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം റഹീസ് റഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ TV, അദ്ദേഹത്തെ തീവ്രവാദി എന്നൊന്നും വിളിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി അങ്ങനെ വിളിച്ചതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്, വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പം പോലും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. റഷീദ് ചോദിച്ചൊരു ചോദ്യത്തിനൊരു അടിസ്ഥാനമില്ല. എന്താണെന്നറിയാമോ? ഈ 10 കൊല്ലം പിണറായിയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്, അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചെടുക്കാമായിരുന്നില്ല എന്നാണ് എന്ത് ചെയ്ത് ചോദിച്ചത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയാമോ? ഈ 10 കൊല്ലമായിട്ട് അങ്ങനെ സ്കൂളുകളൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പൊ അതിനു മുമ്പാണ് അനുവദിച്ചേക്കണം. ആ അനുവദിച്ചെടുത്തിലാണ് മുസ്ലിം ലീഗും അതുപോലെ അവരുടെ സമസ്ത അടക്കമുള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്തു എന്ന് പറയണത്. ഈ പറയുന്ന കൂടുതൽ മേടിച്ചെടുത്തു എന്ന് എന്ത് ചെയ്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനി രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് പതുക്കെ മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അബ്ദുൾ റബ്ബൊക്കെ മുമ്പ് സ്വീകരിച്ചിരുന്ന നിലപാടുണ്ടല്ലോ, വിളക്ക് കത്തിക്കില്ല. പിന്നെ ഇനി അടുത്തൊരു വിഷയം കൂടിയുണ്ട്, നിങ്ങളാരും കാണാത്തൊരു വിഷയം, അതും കൂടി പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിലേക്ക് വരും, നമുക്കറിയാം, ഒരു കുഴപ്പമുണ്ടാവില്ല. കുഞ്ഞാലിക്കുട്ടി ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഹാർഡായിട്ടോ വളരെ ഈ പറയുന്ന പോലെ പച്ചവെള്ളത്തിൽ തീ പിടിപ്പിക്കുന്ന പോയിട്ട് ഇനി അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും പുള്ളി വളരെ ഒരു നയചാരിതയോടുകൂടി അത് ഡീല് ചെയ്യുള്ളൂ, മനസ്സിലായി. ഇപ്പൊ എനിക്കറിയാം VM സുധീരനൊക്കെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടക്കുമ്പോൾ പോലും കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയാണ്. കുഞ്ഞാലിക്കുട്ടി രാവിലെ വിളിക്കുമായിരുന്നു 6 മണിക്ക് 7 മണിക്ക്, എന്തൊക്കെയുണ്ട് മറ്റേ എന്തൊക്കെയുണ്ട് സുധീര, മറ്റേ സുഖം തന്നെയല്ലേ, മറ്റേ രാവിലെ മരുന്ന് കഴിച്ചോ സുഖമാണെന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുമായിരുന്നു, വിളിക്കുമായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ സുധീരൻ പിന്നെയും ആർക്കെതിരെ പ്രസംഗിക്കാൻ പോവാണ്. 10 മണിയാകുമ്പോൾ മീറ്റിംഗ് ഉണ്ട് ആർക്കെതിരെ പ്രസംഗിക്കാൻ, ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി. പക്ഷെ അപ്പൊ പോലും എന്ത് ചെയ്യും, അദ്ദേഹം ആ ലെവലിലുള്ള ഒരു കാര്യം കാണും. അത് ഇനി മുസ്ലിം ലീഗിനെ ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ, കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു, MK മുനീർ ആയിരുന്നു, ഇത്തരത്തിലുള്ള മന്ത്രിമാരായിരുന്നു. ഇനി ആരാ മന്ത്രിയായിട്ട് വരാൻ പോണെന്നറിയോ? KM ഷാജി. സംഭവം അവിടെ തന്നെ പാളി. ഒന്നിന് 10 തിരിച്ചു പറയണമെന്നില്ല. ഇനി പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടാണ് KM ഷാജി പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും. കാരണം മുമ്പത്തെ പ്രസ്താവന മൊത്തം കിടക്കാണ്. അത് മുഴുവൻ 24 മണിക്കൂർ എന്ത് ചെയ്യും. ഇപ്പൊ പിണറായി വിജയനെ നിങ്ങൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞ കടക്ക് പുറത്തെടുത്ത് ഇപ്പൊ കൊണ്ടുവരുന്ന പോലെ, മറ്റേ 5 കൊല്ലം മുമ്പ് ഉണ്ടായ കത്രിക എടുത്ത് ഇപ്പൊ കൊണ്ടുവരുന്ന പോലെ, ഈ പറയുന്ന 21 കൊല്ലം മുമ്പ് ഏക്കാനണി പറഞ്ഞ 25 കൊല്ലം മുമ്പ് ഏക്കാനണി പറഞ്ഞത് മുതൽ, ഈ പറയുന്ന മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് മുതൽ, ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ ഇതിലൂടെ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത് പോലെയുള്ള നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇനി പുറത്തേക്ക് വരും. ഇത് സത്യത്തിൽ ഞാൻ വിചാരിക്കില്ല. അത് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ആയിരിക്കുമല്ലോ, അവർ വീണ്ടും പഴയ പോലെ തന്നെ വിളക്ക് കൊളുത്താൻ മടിക്കും. പഴയ സിറ്റുവേഷൻ ഇല്ല. പണ്ടൊക്കെ വിളക്ക് കൊളുത്താൻ മടിച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ലായിരുന്നു, എന്തെങ്കിലും ആയോട്ടെ പോട്ടെ എന്നങ്ങോട്ട് വിചാരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വിളക്ക് കൊളുത്താൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിയമസഭക്കകത്ത് തന്നെ V മുരളീധരനുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്, മറ്റേ ഗോപകുമാറുണ്ട്. ഞാൻ പറഞ്ഞ അതിൽ ആകെ ഇത്തിരി ഗുണമുള്ളത് രാജീവ് ചന്ദ്രശേഖരക്കുണ്ട്. കാരണം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മലയാളം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ല.
അദ്ദേഹം മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ടൈം എടുക്കും. മുണ്ട് മടക്കി കുത്താനും അറിയാന്ന് പറയുമ്പോൾ മടക്കി എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടു, മുണ്ട് കുത്താനും അറിയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നുന്നില്ല. പക്ഷെ ബാക്കി രണ്ടുപേരും പറയാൻ പോണ എന്താ? ആരാ പറയാൻ പോണ? വി മുരളീധരൻ പറയാൻ പോണ എന്തായിരിക്കും? അതുപോലെ ഗോപകുമാർ പറയാൻ പോണ എന്തായിരിക്കും? ഇത് രണ്ടും പോട്ടെ, നിങ്ങൾ അറിയേണ്ടത് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൂടെ പറയാൻ പോണ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും. അപ്പൊ ഇനി ഇതെല്ലാം പോട്ടെ, ഇവരൊക്കെ നമുക്ക് സഹിക്കാം. ഈ പിന്നെ ഷാജിയുടെ മറുപടി പറയാൻ പോണ ആരാണെന്ന് അറിയാമോ? ഒന്ന് ആർ ബി ബാബുവും പിന്നെ മറ്റേ പുള്ളിക്കാരിയുമാണ്, ടീച്ചറാണ്. ശശികലയൊക്കെയാണ്. ടീച്ചറിനൊന്നും അവർ വിളിക്കേണ്ട ആവശ്യമില്ല. അവരെ എന്തിന്റെ ടീച്ചറാന്ന് എനിക്കറിയില്ല, അവരൊക്കെയാണ് പറയാൻ പോണ. അപ്പൊ അവര് ശശികല ടീച്ചറൊക്കെ അല്ലെങ്കിൽ തന്നെ ഈ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞേക്കണ അയാളുടെ മുണ്ട് പൊക്കി നോക്കിയാൽ കാണുന്നത് പച്ചയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇന്നർ പച്ചയാണെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് രൂക്ഷമാകാൻ പോവാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ അടയാളപ്പെടുത്തി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. ബി ജെ പി പ്രവർത്തകർക്ക് അമിതമായിട്ട് ആഹ്ലാദിക്കാൻ പറ്റിയിട്ടുള്ള പ്രവർത്തകർ മാത്രമല്ല, കേരളം മൊത്തം ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഇപ്പൊ തന്നെ ഉണ്ട്. അതിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒരു പുതിയ വണ്ടി മേടിച്ചു എന്ന് വിചാരിച്ചാൽ, ഈ സച്ചിൻ ടെണ്ടുൽക്കർക്ക് വണ്ടി മേടിക്കുമ്പോൾ സാധാരണ വണ്ടിയുണ്ട്. ഈ സാധാരണ വണ്ടിയുടെ ഗുണം എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൊടുത്താലും 100 കിലോമീറ്ററിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. സച്ചിൻ ടെണ്ടുൽക്കർ വണ്ടി മേടിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വണ്ടി മേടിക്കുന്നത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ 3 സെക്കൻഡ് കൊണ്ട് എത്തുമോ, 5 സെക്കൻഡ് കൊണ്ട് എത്തുമോ, 8 സെക്കൻഡ് കൊണ്ട്, 30 സെക്കൻഡ് കൊണ്ട് 100ലേക്ക് എത്തുമോ എന്ന് നോക്കിയിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്. അതായത് പെർഫോമൻസ് നോക്കിയിട്ടാണ് പുള്ളി വണ്ടി മേടിക്കുക. സത്യത്തിൽ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, അത്തരത്തിൽ ഒരു ഹൈ പെർഫോമൻസിനുള്ള സാധ്യതകൾ ഒരുക്കിയേക്കാണ് ആർക്ക്? വർഗീയതക്കും വർഗീയതയുടെ പ്രചാരകർക്കും വേണ്ടി. ശരിക്കും പറഞ്ഞാൽ കേരളം ഭ്രാന്താലയമായി മാറുമെന്നുള്ള കാര്യം സംശയമില്ല. അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സതീശനും അല്ല, സതീശന് നമുക്ക് കുറ്റമല്ല. പുള്ളി ഇപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ട് ഇത് കയറി പിടിച്ചു. ഇനിയിപ്പോ അതിൽ നിന്ന് വിടാനും പറ്റില്ല. ഇനിയിപ്പോ ഒട്ടും വിടാൻ പറ്റില്ല. കാരണം എന്താ? മുസ്ലിം ലീഗ് നാളെ പറയുന്നത് ഈ പുള്ളിനെ എടുത്ത് മാറ്റിയേക്കെന്ന് പറഞ്ഞാൽ പുള്ളിനെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. പുള്ളിനെ പിടുത്തം വിടും. അല്ലെങ്കിൽ പുള്ളി ഈ ഗ്രൂപ്പ് ഈ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ കുറെ കൂടി ആളുകളെ സ്വന്തം കൂട്ടിലേക്ക് അടുപ്പിക്കാനും പറ്റൂല. എന്താ കാര്യം എന്ന് അറിയാമോ? പുള്ളി പറയുന്ന വലിയ ആളുകൾക്കൊന്നും മിക്കവാറും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യത ഇല്ല, കുറവാണ്. രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ബാക്കിയുള്ളത് ഇതൊക്കെ വെക്കുമ്പോൾ ഇടിയോടിടിയായിരിക്കും. മനസ്സിലായി? ഇടിയോടിടിയായിരിക്കുള്ളൂ. അപ്പൊ ഈ ഇടിയൊക്കെ കഴിഞ്ഞ് മിക്കവാറും ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ബോർഡിന്റെ സ്ഥാനം പ്രോസിക്യൂഷൻ മറ്റേ ഇതിന്റെ വക്കീലിന്റെ മറ്റേ അഡ്വക്കേറ്റ്സിന് ഏറ്റവും ഹെഡായിട്ടുള്ള ആള് അഡ്വക്കേറ്റ് ജനറൽ, ഇത്തരത്തിൽ ഈ പറയുന്ന നിരവധി സ്ഥാനങ്ങളിലേക്ക് പേഴ്സണൽ സ്റ്റാഫൊക്കെ പോട്ടെ, ഇവര് ചെറിയ ആളുകളായിരിക്കും ഇടിയുണ്ടാവുന്നതായിരിക്കും. ഇത് നടക്കാൻ പോവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബോർഡും കൂടി സ്ഥാപിച്ചാൽ മതി. ആ KPCC ഇന്ദിരാ ഞാനൊക്കെ ചെല്ലുന്നതാണ്. വളരെ സന്തോഷമായിട്ട് ആളുകളെ കണ്ട് വർത്താനം പറഞ്ഞു പറയാറുള്ള ആള്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല. ഒന്നാമത്തെ അവിടെ തിക്കും തിരക്കുമായിരിക്കും, ആൾക്കൂട്ടം ഒരിക്കും. രണ്ടാമത്തെ അവിടെ ഇടിയുടെ ബഹളവും ഇരിക്കുള്ളൂ. ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനത്തിന് ഇപ്പൊ ഔഷധിയുടെ ബോർഡ് ചെയർമാൻ സ്ഥാനം, ഖാദി ബോർഡിന്റെ ബോർഡ് ചെയർമാൻ സ്ഥാനം, കയർ ബോർഡിന്റെ ഇതിനൊക്കെ ഓരോന്നിനും വീതം ഏറ്റവും കുറഞ്ഞത് ഒരു 50-150 പേര് എന്തുണ്ടാവും. ആ 150 പേർക്കും 150 നേതാക്കന്മാരുടെ പിൻബലം ഉണ്ടാവും. അത് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ പിണറായി വിജയൻ ഭരിക്കണ പോലെയല്ല. പിണറായി ഭരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് ബോർഡ് ചെയർമാനാണെങ്കിലും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു കാലത്തും ഒക്കെ എഴുതട്ടില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇപ്പൊ KV തോമസ് എന്തുകൊണ്ടാണ് KK വിട്ടത് നിങ്ങൾക്കറിയാം? AK ആന്റണിയുടെ ക്യാബിനറ്റിൽ ഇരിക്കുകയാണ് KV തോമസിന്റെ രാവിലെ ക്യാബിനറ്റ് കൂടുന്നതിന് മുമ്പ് KK മീറ്റിങ്ങിനുള്ളിൽ കൂടാ മന്ത്രി വരാം. എന്നിട്ട് ക്യാബിനറ്റിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്ന് KK പറയണം. അപ്പൊ സത്യത്തില് AK ആന്റണി അവിടെ ഇരിക്കുമ്പോ KK ആദ്യം തന്നെ വിളിച്ചു ചോദിക്കും, എന്താണ് നിങ്ങളുടെ തീരുമാനം? കാരണം ഇവിടെ വന്നിട്ട് എല്ലാ മന്ത്രിമാരും കൂടി ഉടക്കണ്ടല്ലോ. മനസ്സിലായി? അപ്പൊ ഇതുപോലെ വലിയ അങ്ങനെ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് എന്താണെന്നുള്ളത് KK കൃത്യമായിട്ട് പറയണം. അപ്പൊ അതൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞതിനാണ് ഉടക്കുണ്ടായെന്നാണ് KV തോമസ് ഭാഷ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി ഗ്രാവിറ്റി ഉള്ള ഒരു കളിയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അന്നൊക്കെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ. AK ആന്റണി ഗ്രൂപ്പും KK ഗ്രൂപ്പും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പും ഈ പറയുന്ന വേറൊരു ഗ്രൂപ്പും എന്ന് പറയുമ്പോൾ ഈ പ്രശ്നമില്ല. ഇത് ഗ്രൂപ്പ് മാത്രമല്ല ഇപ്പോൾ വരാൻ പോണ. അതാണ് എൻ്റെ പേടി. ഗ്രൂപ്പ് മാത്രമല്ല വരാൻ പോണ. എന്താണ്? കാപ്പിക്ക് മറ്റേ ചിക്കറിയാണ് മധുരം കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരാൻ പോണ വർഗീയത കൂടിയാണ്. അസല് വർഗീയതയാണ്. അത് കേരളത്തെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞാൽ മതി, കാത്തിരുന്ന് കാണാം.